അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകൾക്ക് ഇന്ത്യൻ രൂപയുടെ ഉപയോഗം വ്യാപകമാക്കാനൊരുങ്ങി റിസർവ് ബാങ്ക്. പ്രധാന വ്യാപാര പങ്കാളികളുമായി ഇന്ത്യൻ രൂപയിൽ തന്നെ ഇടപാടുകൾ നടത്താനുള്ള സൗകര്യമൊരുക്കുകയാണ് RBI ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ കറൻസിയെ ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക ആഘാതങ്ങൾ കുറയ്ക്കാനും ഇതുവഴി കഴിയുമെന്നാണ് കരുതുന്നത്. US ഡോളറിനെ ആശ്രയിക്കാതെ ഇന്ത്യൻ രൂപയ്ക്ക് നേരിട്ടുള്ള വിനിമയ നിരക്ക് സ്ഥാപിക്കാനാണ് RBI ഒരുങ്ങുന്നത്. മറ്റു കറൻസികളുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് ഡോളറിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന രീതിക്ക് മാറ്റം വരുമെന്നാണ് ദി ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി UAE ദിർഹം, ഇന്തോനേഷ്യൻ റുപ്പിയ എന്നിവയുമായി ഇന്ത്യൻ രൂപയുടെ റഫറൻസ് നിരക്ക് ഉടൻ നിശ്ചയിക്കുമെന്ന് RBI അറിയിച്ചിട്ടുണ്ട്. നിലവിൽ US ഡോളർ, ജാപ്പനീസ് യെൻ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട് എന്നിവയ്ക്ക് ഇന്ത്യൻ രൂപയുമായി റഫറൻസ് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. മൗറീഷ്യസുമായി ഇന്ത്യൻ രൂപയുടെ റഫറൻസ് നിരക്ക് നിശ്ചയിക്കാനുള്ള നീക്കങ്ങളും RBI നടത്തുന്നുണ്ട്. ചൈന പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ US ഡോളർ ഒഴിവാക്കി സ്വന്തം കറൻസിയിലാണ് വിദേശ വ്യാപാരം നടത്തുന്നത്. ഇതേ മാതൃകയിൽ വിദേശ വ്യാപാരത്തിന് ഇന്ത്യൻ രൂപയെ ഉപയോഗിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാരും. പ്രാദേശിക കറൻസികളിൽ വ്യാപാരം ചെയ്യുന്നത് കമ്പനികളുടെ പ്രവർത്തന ചെലവിൽ ഗണ്യമായ കുറവുണ്ടാക്കും. വിദേശ നാണ്യശേഖരം കൂടുതലായി സൂക്ഷിക്കേണ്ടതുമില്ല. 2047 വികസിത രാജ്യമായി മാറുന്നതിന് വിശ്വാസ്യതയുള്ള ഒരു അന്താരാഷ്ട്ര കറൻസി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്നും മോദി സർക്കാർ കരുതുന്നു. കഴിഞ്ഞ പണനയ യോഗത്തിൽ ഇന്ത്യൻ രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണത്തിന് വേണ്ട ചില നടപടികൾ റിസർവ് ബാങ്കും സ്വീകരിച്ചിരുന്നു. ഇതനുസരിച്ച് ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഉഭയകക്ഷി വ്യാപാരത്തിനായി ഇന്ത്യൻ രൂപയിൽ തന്നെ വായ്പ നൽകാൻ ബാങ്കുകൾക്ക് കഴിയും. ഇന്തോനേഷ്യൻ റുപ്പിയ കഴിഞ്ഞാൽ ഇക്കൊല്ലം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കറൻസികളിൽ ഒന്നാണ് ഇന്ത്യൻ രൂപ. US താരിഫ് ഭീഷണിക്കിടയിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ കൂട്ടത്തോടെ വിറ്റഴിച്ചതാണ് തിരിച്ചടിയായത്. ഇതോടെ റിസർവ് ബാങ്ക് ഇടപെടുകയും ഡോളർ ശേഖരം വിറ്റഴിച്ച് രൂപയുടെ വിനിമയ നിരക്ക് പിടിച്ചു നിർത്തുകയും ചെയ്തു. ഓഗസ്റ്റിൽ മാത്രം $7.6 ബില്യൺ RBI വിറ്റഴിച്ചെന്നാണ് കണക്കുകൾ പറയുന്നത്. ഏപ്രിൽ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ വാങ്ങിയതിനേക്കാൾ കൂടുതൽ US ഡോളർ RBI വിറ്റതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ഇന്ത്യക്ക് UK, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. US, യൂറോപ്യൻ യൂണിയൻ, ഒമാൻ, ഖത്തർ, ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിനായി ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഈ രാജ്യങ്ങളുമായി ഇന്ത്യൻ രൂപയിൽ തന്നെ വിദേശ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങളും സജീവമാണ്. അതേസമയം ഇത്തരം നടപടികൾ അമേരിക്കൻ ഡോളറിനെതിരെയുള്ള നീക്കമായി കാണേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. ഡോളറിനെതിരായി ബ്രിക്സ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ കറൻസി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടെ ആരോപിക്കുന്നുമുണ്ട്. ഇത് ഇന്ത്യ നിഷേധിക്കുന്നുമുണ്ട്. 2023 ഇന്ത്യൻ രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണ പദ്ധതികൾ റിസർവ് ബാങ്ക് പരസ്യമാക്കുന്നത്. നിരന്തരമായ ശ്രമങ്ങളുണ്ടെങ്കിലും അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്തുന്ന കറൻസികളുടെ പട്ടികയിൽ ആദ്യ 20-ലെത്താൻ ഇതുവരെയും ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 49.94% വിദേശ വ്യാപാരവും ഇപ്പോഴും നടത്തുന്നത് അമേരിക്കൻ ഡോളറിലാണ്. എന്നാൽ മെക്സിക്കൻ പേസോ, തായ് ബാത്ത്, മലേഷ്യൻ റിംഗറ്റ് പോലെയുള്ള കറൻസികൾ ആദ്യ 20-ലെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു.